ഹലോ, എല്ലാവർക്കും മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന. ഇത് നമ്മളുടെ ഫ്ലാറ്റിൻ്റെ അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ കാറുകളും വണ്ടികളും ഒക്കെ പോകുന്നത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാം, നല്ലൊരു വ്യൂ ആണ്. പിന്നെ നമ്മുടെ ഫ്ലാറ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കോർണിഷിൻ്റെ വ്യൂ നന്നായിട്ട് കാണാം കേട്ടോ. അപ്പോൾ വീക്കെൻഡ്സിലാണ് കൂടുതലും നമ്മൾ ഈ വിൻഡോസൊക്കെ തുറന്ന് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിൽക്കും ഈ ഒരു വ്യൂ. ഇന്നിപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഈ ഒരു വിൻഡോ ഞങ്ങൾ തുറന്നത് ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ രാവിലെ തന്നെ ക്ലീനിങ്ങും ബഹളമാണ്. ഈ ഒരു ചെടി ആക്ച്വലി എൻ്റെ സോഫയുടെ സൈഡിലിരിക്കുന്നതാണ്. നല്ല പൊടിയായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൽ പൊടി അധികം ഉണ്ടാവില്ല എന്നും പറഞ്ഞിട്ട് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ നല്ല പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ ഓരോ ലീഫും ഞാൻ തുടക്കുകയാണ്. ആ ഒരു തുണിയുടെ കളർ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്തോരം അതിനകത്ത് പൊടി ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഫ്ലാറ്റ് ഇപ്പം നമ്മൾ എടുത്തിട്ട് 1 year ആയി. അപ്പോൾ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാനും ഇക്കായും കൂടെ ഇറങ്ങിയതാണ്. ഞാനും ഇക്കായും കൂടെയാണ് എല്ലാ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് കേട്ടോ. നമ്മളാദ്യം വീട് ഫുൾ വാക്യൂം ചെയ്യും. വാക്യൂം ചെയ്തതിന് ശേഷമാണ് തുടച്ച് വിടാറ്. അപ്പോൾ എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വാക്യൂം ചെയ്യുമ്പോഴത്തേക്കും പോവും. പിന്നെ നമുക്ക് തുടച്ചെടുക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പോൾ വാക്യൂം ക്ലീനർ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ഊരിയെടുത്താണ്. അതിനകത്ത് പൊടി ഉണ്ടാകും. നമ്മൾ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ അപ്പം എടുത്ത് കളയാനായിട്ട് നമുക്ക് ടൈം കിട്ടാറില്ല. നൂറാടെ കുറേ സാധനങ്ങൾ നിലത്ത് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അവളുടേത് അതിനകത്ത് ചെളിയൊന്നും ആകാതിരിക്കാനായിട്ട് ഞാനെടുത്ത് മേശപ്പുറത്ത് വെച്ചാണ്. പിന്നെ ഈ ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു ക്ലോത്ത് വെച്ചിട്ട് തൂത്ത് വിട്ടിട്ടുണ്ട്. ഓൾറെഡി ഞാൻ ക്ലീൻ ചെയ്തതാണ് ഇവിടെയെല്ലാം. ജസ്റ്റ് എന്നാലും ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് ഫുൾ അങ്ങ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു സംതൃപ്തിയാണല്ലോ. നമ്മൾ നേരത്തെ ചെയ്തതാണെന്നുണ്ടെങ്കിലും ഈ ക്ലീനിങ്ങിൻ്റെ കൂട്ടത്തിൽ അതും കൂടെ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു തൃപ്തിയാണ്. ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നൂറ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം കയറുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവളെ ബെഡ്റൂമിൽ പൂട്ടിയിട്ടിട്ടാണ് ഞങ്ങൾ ഹാളൊക്കെ വൃത്തിയാക്കുന്നത്. ബെഡ്റൂം വൃത്തിയാക്കാനായിട്ട് കയറുമ്പോഴത്തേക്കും അവളെ ഹാളിലോട്ടാക്കും. കാരണം വെച്ചാൽ അവൾ ഭയങ്കര പൊടി പ്രശ്നമാണ്. പൊടി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അപ്പം തന്നെ അലർജിയും കാര്യങ്ങളും ആയിട്ട് തുമ്മാൻ തുടങ്ങും. കാർപ്പറ്റ്സ് ജസ്റ്റ് വാക്യൂം ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് പോകട്ടെ എന്ന് വെച്ചു. ഓൾറെഡി നമ്മൾ ക്ലീൻ ചെയ്തതാണ്. എന്തായാലും നമ്മളിപ്പം ഇത് വിരിച്ചിട്ടിപ്പോൾ ഒരു 1 വീക്കായി. എന്താണെന്നുണ്ടെങ്കിലും ആ 1 വീക്ക് കൊണ്ട് അതിനകത്ത് നല്ല പൊടിയായിട്ടുണ്ടാവും. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ലെങ്കിലും കാർപ്പറ്റിൽ എപ്പോഴും നല്ലോണം പൊടി ഉണ്ടാകാനായിട്ട് ചാൻസ് കൂടുതലാണ്. നമ്മൾ നൂറാനെ പേടിച്ച് മേടിച്ചിട്ട കവറാണ് ഈ സോഫയ്ക്ക്. ആക്ച്വലി ഇതിൻ്റെ കളർ ഗ്രേ കളറാണ്. അപ്പോൾ അവൾ അതിൽ കയറി സ്ക്രാച്ച് ചെയ്യും. സ്ക്രാച്ചിങ് ബോർഡ് ഉണ്ടെങ്കിൽ പോലും അതിനുള്ളിൽ കയറി സ്ക്രാച്ച് ചെയ്യും. അപ്പം അവളെ പേടിച്ചിട്ട് നമ്മൾ ഒരു കവർ വാങ്ങിയിട്ടതാണ് അവൾ സ്ക്രാച്ച് ചെയ്യാതിരിക്കാനായിട്ട്. അപ്പം അവിടെയും പൊടികളുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്നൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വിടുകയാണ്. ഓൾറെഡി നമ്മൾ കുടഞ്ഞതാണ്. എന്നാലും എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പൊക്കോട്ടെ എന്ന് വെച്ചു. നമുക്ക് ഈ വാക്യൂം ക്ലീനർ മൊത്തം ഊരിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മൾ ഫ്ലോറിൽ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കാറിൽ യൂസ് ചെയ്യാൻ പറ്റും. സോഫ അങ്ങനെയുള്ള എല്ലാം കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്യൂം ക്ലീനറാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഫുൾ വാക്യൂം ഇടണം. പിന്നെ കാർപ്പറ്റൊക്കെ ജസ്റ്റ് മാറ്റുകയാണ്. ഇത് ഫുൾ ഇറക്കും കേട്ടോ. അതായത് ഈ സോഫ, TV യൂണിറ്റ് ഇതെല്ലാം നമ്മൾ മാറ്റിയിട്ട് അതിൻ്റെ കോർണേഴ്സിലൊക്കെ എപ്പോഴും പൊടി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ സാധാരണ ഒന്നരാടമൊക്കെ തൂത്തും തുടച്ചുമൊക്കെ വിടുന്നത് ചിലപ്പോൾ നമുക്ക് മുക്കുമൂലയൊന്നും അത്ര ക്ലീൻ ചെയ്യാനായിട്ട് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇങ്ങനെ വീക്കെൻഡ്സ് കിട്ടുമ്പോഴത്തേക്കാണ് നമ്മൾ ഡീപ്പായിട്ട് വീടൊക്കെ ക്ലീൻ ചെയ്യുന്നത്. പക്ഷേ ആ സോഫ ഒക്കെ മാറ്റിയപ്പോഴത്തേക്കും നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല അത്രയും പൊടി ഉണ്ടാകും എന്നുള്ളത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റി ചെയ്യുന്നതാണ്. പക്ഷേ നമ്മൾ ഡെയിലി ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എവിടെയൊക്കെ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് ഇങ്ങനെ കിടക്കും. നമ്മൾ ശ്രദ്ധിക്കാണ്ട് കിടക്കുന്നിടത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ പൊടിയൊക്കെ വരുന്നത്. പിന്നീട് നമുക്ക് തന്നെ AC ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അത് നമ്മുടെ ഇവിടെ കാർപ്പറ്റ്സിലും അവിടെ ഇവിടെയൊക്കെ പൊടിയാവും. ക്ലീനിങ്ങിന് ഇറങ്ങുന്നതേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 8ൻ്റെ പണിയാണ് മനുഷ്യന്. ഒരിക്കലും ചെയ്താൽ തീരില്ല. പിന്നെ വീക്കെൻഡ്സ് കിട്ടുമ്പോഴത്തേക്കൊക്കെ നമുക്കിത് ചെയ്യാനും പറ്റുള്ളൂ. ഒറ്റയടിക്ക് ഒരാൾക്ക് തന്നെ ഇതെല്ലാം ചെയ്യണമെന്നില്ല. ഇത് കണ്ട നൂറ സ്ക്രാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ ഒറിജിനൽ കളർ ഇതാണ്. പക്ഷേ അവളെ പേടിച്ചിട്ട് നമ്മൾ ഇട്ടിരിക്കുന്ന കവറാണ്. കണ്ടോ, അവൾ തൂങ്ങി വലിയ മണ്ടേ കയറാൻ നോക്കുന്നതാണ്. അപ്പം ഇതിനുള്ളിൽ അവളുടെ നഖം കൊണ്ടിട്ട് പറ്റുന്നതാണിത്. അപ്പോൾ സോഫ രക്ഷിക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല.
നമ്മൾ രാവിലെ എഴുന്നേറ്റ പാടെയാണ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരു കോഫി പോലും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങ് ഇരിക്കും. ചായ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ക്ഷീണമാവും. അപ്പോൾ ഇതൊന്നും ചെയ്യാനായിട്ടുള്ളൊരു സമയം കിട്ടത്തില്ല. അപ്പം ഇന്നലത്തെ ചിക്കൻ കറി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടാക്കി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇടിയപ്പം ഉണ്ടായിരുന്നു. അപ്പം ഇടിയപ്പം ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ വാങ്ങിയത്. അപ്പോൾ അതും കൂടെ ആയിട്ട് കഴിക്കാമെന്ന് വെച്ചു. ക്ലീനിങ് ഉള്ള ദിവസം നമ്മൾ എന്താക്കും, ഇങ്ങനെ എന്തെങ്കിലും എളുപ്പ വഴികൾ ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സമയം പോവും. അതുകൊണ്ട് ക്ലീനിങ് ഡേ ഇങ്ങനെ എന്തെങ്കിലും എളുപ്പമുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ലാസ്റ്റ് ക്ലീൻ ചെയ്യുന്നത് കിച്ചൺ ആയിരിക്കും കേട്ടോ. ആദ്യമേ നമ്മൾ ഹാള് ക്ലീൻ ചെയ്യും, ദെൻ നമ്മൾ ബെഡ്റൂം ക്ലീൻ ചെയ്യും, അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ വാഷ്റൂം, പിന്നെ ലാസ്റ്റ് ആയിരിക്കും കിച്ചൺ നമ്മൾ വൃത്തിയാക്കുന്നത്. കുറച്ച് സ്പേസേ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലീനിങ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്കൊരു തൃപ്തിയില്ലാത്ത പോലെയാണ്. അയ്യോ അത് ചെയ്യണം ഇത് ചെയ്യണം, ഇങ്ങനെ എന്താ പറയുക ഓടി നടക്കും. അപ്പോൾ പിന്നെ എന്താവും, ടൈം പോകുന്നത് അറിയത്തില്ല. ഇപ്പം തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ തന്നെ 11:30 മണിയായി. ഇവിടുത്തെ ദുബായ് ടൈം 11:30 മണിയായി. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് ഇതെല്ലാം ഇങ്ങനെ ചെയ്യാണ്. പിന്നെ നമുക്ക് വാഷ് ചെയ്യാനായിട്ട് കുറേ ഉണ്ടായിരുന്നു. അപ്പം വീക്ക്ലിയാണ് നമ്മൾ വാഷ് ചെയ്യുന്നത്. അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ എന്താവും, ടൈം ഇങ്ങനെ പോകുന്നതേ അറിയില്ല. അപ്പം ഫുഡിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഓർത്തു കോഫിയും കൂടെ ഉണ്ടാക്കാമെന്ന് വെച്ചു. നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ എങ്ങനെ ചെയ്യുന്നു, കാരണം വെച്ചാൽ കുട്ടികളെ നോക്കി വീട്ടു ജോലിയും ചെയ്തു, അവരുടെ ജോലിയും ചെയ്തു, അവരുടെ കാര്യങ്ങളും ചെയ്തു, എല്ലാം കൂടെ മാനേജ് ചെയ്യാനായിട്ട് എന്താ പറയുക, എനിക്കറിയില്ല അവരെങ്ങനെ അത് മാനേജ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. എന്തായാലും എന്താ പറയുക, എനിക്ക് ഞാൻ മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്താണെന്നുണ്ടെങ്കിലും അവർ ചെയ്യുന്നത്ര എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇക്ക ഉള്ളതുകൊണ്ട് ഒരു നല്ലൊരു സപ്പോർട്ടാണ്. കാരണം വെച്ചാൽ എല്ലാ കാര്യത്തിലും ചെയ്യാനായിട്ട് കൂടും. അൽഹംദുലില്ലാ. അങ്ങനെ എന്താ പറയുക, ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉണ്ട്. ഒറ്റയ്ക്കൊന്നും ചെയ്യിപ്പിക്കില്ല. അപ്പോൾ അൽഹംദുലില്ലാ, അതുകൊണ്ട് നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവാറില്ല. അങ്ങനെ കോഫി ആയിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ കോഫി ഉണ്ടാക്കും, ചില ദിവസങ്ങളിൽ ടീ ആയിരിക്കും ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ നാളെ ഞങ്ങൾ ടീ ആയിരിക്കും ഉണ്ടാക്കുക. അങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് നമ്മൾ ചെയ്യും. സാധാരണ ജോലിക്ക് പോകുന്ന ദിവസങ്ങളിൽ അങ്ങനെ ഇക്കാക്ക് അത്ര നിർബന്ധമില്ല കോഫിയും ടീയും ഒന്നും വേണമെന്നുള്ളത്. പിന്നെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ശനിയും ഞായറും ഒക്കെ ഇതുപോലെ എന്തെങ്കിലും കോഫി ടീ ഒക്കെ നമ്മൾ ഉണ്ടാക്കും. അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല. ഇനിയിപ്പം ക്ലീൻ ചെയ്യാനായിട്ടുള്ളത് ഇവിടുത്തെ കർട്ടൻസ് എല്ലാം ക്ലീൻ ചെയ്യാൻ കിടപ്പുണ്ട്. ഇവിടെ നൂറാന വാങ്ങിയതിന് ശേഷം അവൾ ഈ കർട്ടനകത്തെല്ലാം ഇങ്ങനെ തൂങ്ങി നടക്കും. അപ്പോൾ അതെല്ലാം പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട്. അതിനിപ്പം നെക്സ്റ്റ് വീക്ക് കൊടുക്കാമെന്ന് വെച്ചു. എല്ലാം കൂടെ ഒറ്റയടിക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡെലിവറിയും കാര്യങ്ങളും ഒക്കെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. വീക്കെൻഡ്സ് ആയതുകൊണ്ട് പുറത്തൊക്കെ പോകുന്നതുകൊണ്ട് നമുക്ക് ഡെലിവറിയും കാര്യങ്ങളും വരുമ്പോഴത്തേക്കും നമുക്കത് നമ്മളെപ്പോഴും വീട്ടിലുണ്ടാവണം. അപ്പോൾ നമുക്ക് പുറത്തേക്ക് പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഓരോ വീക്കിലും ഓരോ കാര്യങ്ങളാണ് ചെയ്യുന്നത്. എല്ലാ വർഷത്തിലും നമ്മളിങ്ങനെ ചെയ്യാറുള്ളതാണ് കേട്ടോ. പിന്നെ അപ്പോൾ ഇടിയപ്പവും എല്ലാം റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറിയൊക്കെ റെഡിയായി. എന്നിട്ട് പിന്നെ കഴിച്ചിട്ട് ബാക്കി ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ ഇക്കാക്കെല്ലാം വിളമ്പി കൊടുത്തു. ആ സമയത്ത് കുറച്ച് ജോലി ഉണ്ടായിരുന്നത് എല്ലാം ചെയ്ത് തീർത്തു. ഇവിടെ ക്ലീൻ ചെയ്യുന്ന സമയം കൊണ്ട് നൂറാനെ ഞാൻ ബെഡ്റൂമിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പൂട്ടിയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ ബുദ്ധിമുട്ടായി, കരച്ചിലും ബഹളമായി. അപ്പോൾ അവിടെ കിടന്ന് കരയുന്നത് കൊണ്ട് അവളെ ഇറക്കി വിട്ടു. ഇത് ഇവളുടെ കൂടാണ് കേട്ടോ. അപ്പം അവൾ രാത്രി കിടക്കുന്നത് ഇതിനകത്താണ്. അപ്പം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കും, ഒരു ബ്ലാങ്കറ്റ് വിരിച്ചിട്ട്. ബ്ലാങ്കറ്റ് ഞാൻ കഴുകാനെടുത്തു. എല്ലാ വീക്കിലും അവളുടെ സാധനങ്ങളും നമ്മൾ കഴുകി വൃത്തിയാക്കാറുണ്ട്. അപ്പോഴത്തേക്കും അവളെ അവിടെ ഇറക്കിയിട്ടിരിക്കുകയാണ്. ആളെ കണ്ടില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കരച്ചിലും ബഹളമാവും. അപ്പോൾ പിന്നെ ഞങ്ങൾ ഓർത്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം, അങ്ങനെ ഒരു മൂവി കാണാനായിട്ടിരുന്നു. അങ്ങനെ മൂവി കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവളെ പിടിച്ച് കൂട്ടിൽ വരുത്തി. അതുകൊണ്ട് ഞങ്ങളവിടെ ഇരിക്കുന്നത് കൊണ്ട് അവൾക്ക് സമാധാനമുണ്ട്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ബെഡ്റൂമിലെല്ലാം ഓടി നടക്കാൻ തുടങ്ങി. ഇക്ക അവിടെ ഇരുന്ന് എന്തൊക്കെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു വർക്ക്. അപ്പോൾ ഇമെയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് അവൾ ഓടി ബെഡ്റൂമിൽ കയറി. അപ്പോഴത്തേക്കും അവളുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ സിസ്റ്റമാണ്. കീബോർഡും മൗസും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓടിച്ചാടി അതിനകത്തോടെ നടക്കുക, കടിക്കുക, അതൊക്കെയാണ് പരിപാടി. അപ്പം കട്ടിലേന്ന് നേരെ ചാടി ഈ ഒരു കസേരയിൽ കയറും, എന്നിട്ട് ടേബിളിൽ കയറും. അപ്പോൾ അങ്ങനെയാണ്. നമ്മളങ്ങനെ റൂമിൽ നമ്മളുണ്ടെങ്കിൽ മാത്രമേ കേട്ടത്തുള്ളൂ. അല്ലാത്തപ്പോഴത്തേക്കും ഫുൾ ടൈം അടച്ചിട്ടിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ അതെല്ലാം കടിച്ചു പറിച്ച് നശിപ്പിക്കും. അപ്പോൾ അവൾക്കറിയില്ലല്ലോ ഇത് വിലയുള്ള സാധനമാണ്, നശിപ്പിക്കരുതെന്ന്. എല്ലാ പൂച്ചകളും അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ നമ്മൾ സൂക്ഷിക്കാനുള്ളത് സൂക്ഷിക്കുക. അങ്ങനെ ക്ലീനിങ് എല്ലാം അവസാനിച്ചു.
എന്തോ വലിയൊരു യുദ്ധം കഴിഞ്ഞത് മാതിരിയുണ്ട്. അപ്പോൾ യുദ്ധമെല്ലാം അവസാനിച്ചു. അപ്പോൾ എന്താ പറയുക, ക്ലീനായിട്ട് കിടക്കുന്നതുകൊണ്ട് നൂറായ്ക്ക് ഭയങ്കര സന്തോഷമാണ്. പൊടിയും അഴുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ആൾ ഹാപ്പിയാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇക്കയുടെ കൂട്ടത്തിലിരുന്ന് ടി വി കാണുകയാണ്. നമ്മൾ ടി വി കാണാനായിട്ടിരിക്കുമ്പോഴത്തേക്ക് ഇതുപോലെ മടി വന്നിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ തടയി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. അപ്പം ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇനി വേണം ഫുഡ് ഉണ്ടാക്കാനായിട്ട് കയറാനായിട്ട്. ഉച്ചക്കത്തെ ഫുഡ് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അത് ഞാൻ വേറൊരു വ്ളോഗായിട്ട് ചെയ്യാം. ഇക്കയാണ് സാധാരണ വീക്കെൻഡ്സിൽ കുക്ക് ചെയ്യുന്നത്, എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കുന്നത്. ഞാൻ കൂടി കൊടുക്കും, എന്നാലും ഇക്കയാണ് കൂടുതലും ചെയ്യാറ്. പിന്നെ ഇക്കയുടെ കുറേ ഡ്രസ്സെല്ലാം അയൺ ചെയ്യാനും എന്താ പറയുക ക്ലീൻ ചെയ്യാനും ഒക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പം അതെല്ലാം ഞാൻ അറേഞ്ച് ചെയ്തു. പിന്നെ ഫുഡ് ഉണ്ടാക്കാനായിട്ടുള്ള ഐറ്റംസ് എല്ലാം ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. Bye bye.